ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ഈ അമ്മമാരോട് വഴക്കുണ്ടാക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തെ കുറ്റം പറയുന്നതും ഒക്കെ അതൊക്കെ മിസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ വലുതായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്നത് അതൊന്നും കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വില നമ്മൾ അത് ചെയ്തു വരുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആ ഒരു പ്രായത്തിലേക്ക് എത്തി ആ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇവർ പറഞ്ഞത് എന്താണ് ഇവർ ഇത്ര കണക്ക് പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലേ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ആ ഒരു സെൻസിൽ അങ്ങോട്ട് എടുത്തേച്ചാൽ മതി കേട്ടോ. അല്ലാതെ എന്നാ പറയുന്നത്, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇതൊരു ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിവേ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നല്ലതുകൊണ്ട് ചീത്തയുണ്ടെന്ന് പറയുന്നത് പോലെ. അപ്പോൾ എന്താണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് രാവിലെ തൊട്ട് എനിക്ക് വയ്യായിരുന്നു ഇന്ന്. അപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകിട്ടായപ്പോഴും അവൾ മടുത്തു. അവൾ പറഞ്ഞു, അമ്മ എനിക്കൊരു കഞ്ഞിയും പയറും ആണെങ്കിലും ഒന്നും ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം നമുക്ക് പറയാനുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം പതുക്കെ നമ്മൾ ഗമയിട്ട് അടുക്കളയിലോട്ട് കയറി. അതാണ് സംഭവം. അപ്പം മാങ്ങ ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ ചെത്തിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല എന്ന് ഓർത്തുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാങ്ങയിട്ട് ഞാൻ ഇച്ചിരി പച്ചമുളകും ഉപ്പും ഉള്ളിയും ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഞാൻ മുളക് പൊടിയായിട്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ. ഒത്തിരി അരയ്ക്കാറില്ല ചമ്മന്തി. അങ്ങനെ എടുത്തു. പിന്നെ സോയയാണ് തോരൻ വയ്ക്കുന്നത്. അത് അവൾക്ക് ഇഷ്ടമാണ്. ഞാൻ സോയ ഉപ്പും കുരുമുളകും ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് നല്ലതായിട്ട് സ്ക്യൂസ് ചെയ്ത് വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികൾ ഇഷ്ടമുള്ളതൊക്കെ കൂടി ഇട്ട് ജസ്റ്റ് കുറച്ച് നേരം വെച്ചിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ ഊണും റെഡി.